നമസ്കാരം, ഞാൻ ജ്യോത്സ്യൻ നിർമ്മൽ. എല്ലാവർക്കും കേരള പ്രൈം ടുഡേയുടെ ജ്യോതിഷ പ്രോഗ്രാമായ നിങ്ങളുടെ ഈ ആഴ്ചയിലേക്ക് സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് വൃശ്ചിക മാസം 23 തീയതി ഡിസംബർ 8 മുതൽ വൃശ്ചികം 29 ഡിസംബർ 14 വരെയുള്ള ആഴ്ചയിലെ തൽക്കാല ഗ്രഹസ്ഥിതി അടിസ്ഥാനമാക്കിയുള്ള കൂറുഫലമാണിത് ഇവിടെ പറയണത്. ഓരോ ജാതകങ്ങളുടെയും ദശ, അപഹാരം, ജാതക യോഗങ്ങൾ ഇവയെ അടിസ്ഥാനമാക്കി ഈ ഫലങ്ങൾക്ക് അല്പസ്വല്പ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ആദ്യമായി മേടക്കൂറ്. അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം ഇവർക്ക് അല്പം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാമെങ്കിൽ കൂടിയും ദ്രവ്യ അർത്ഥ ലാഭവും നൂതന തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് അനുയോജ്യമായ കാലയളവും ദൂരദേശവുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിനും അവിവാഹിതർക്ക് വിവാഹ കാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകുന്നതിനും വാഹനങ്ങൾ മാറ്റി വാങ്ങുന്നതിനും അനുയോജ്യമായ കാലയളവാണ്. ഇവർക്ക് വ്യാഴഗ്രഹത്തിൻ്റെ 2ാം ഭാവത്തിലൂടെയുള്ള വക്രഗതിയിലൂടെയുള്ള അതിബലമായ സഞ്ചാരസ്ഥിതി മൂലം ഇവർക്ക് എല്ലാ അഭീഷ്ടങ്ങളും സാധ്യമാകുന്നതാണ്. മറ്റ് വലിയ ഗ്രഹദോഷങ്ങൾ ഇവരെ ബാധിക്കുന്നതല്ല. ഇടവക്കൂറ്. കാർത്തിക അവസാനം 3 പാദം, രോഹിണി, മകയിരം ആദ്യ പകുതി. ഇവർക്ക് ഈ ആഴ്ചകളിൽ സ്ഥാനഭ്രംശവും സന്താന ക്ലേശങ്ങളും ധന തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളും ദൂരദേശ സഞ്ചാരങ്ങളും ദാമ്പത്യ കലഹങ്ങളും അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. ഇവർക്ക് ശനി കണ്ടകശനിയായി തുടരുകയും വ്യാഴം ജന്മത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന കാലഘട്ടമായതിനാൽ കൂടുതൽ ദോഷപ്രദമായ ഒരു കാലഘട്ടമാണ്. ഇവർ പരിഹാരമായി മഹാവിഷ്ണുത്വത്തിൽ ഭാഗ്യസൂക്താർച്ചന നടത്തുക, വീട്ടിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ശനിയാഴ്ച ദിവസം ശാസ്ത്രക്ഷേത്രത്തിൽ നീലാഞ്ജന വിളക്ക് നടത്തുക, കാക്കയ്ക്ക് മധുരം കലർന്ന ഭക്ഷണം നൽകുക, ശനിയാഴ്ച ദിവസങ്ങളിൽ കറുത്ത വസ്ത്രം ധരിക്കുക, ശനിയാഴ്ച ദിവസം ശനീശ്വര അഷ്ടോത്തര നാമം ചൊല്ലുക. മിഥുനക്കൂറ്. മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യപാദം. ഇവർക്ക് തൊഴിൽ പരമായ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രതിസന്ധികളും ചില ശത്രുത ശല്യങ്ങളും ധനനഷ്ടങ്ങളും ഉണ്ടാകാൻ സാധ്യത ഉള്ളൊരു കാലഘട്ടമാണ്. ഇവർക്ക് 12ാം വ്യാഴം 12ലൂടെ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. അതിനാൽ സാമ്പത്തിക തൊഴിൽപരമായ രംഗങ്ങളിലെല്ലാം തന്നെ ഒരു അല്പം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന കാലഘട്ടമാണ്. ഇവർ പരിഹാരമായി മഹാവിഷ്ണുതലത്തിൽ ഭാഗ്യസൂക്താർച്ചന, വീട്ടിൽ വിഷ്ണു സഹസ്രനാമ ജപം, വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുക, അതോടൊപ്പം തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസം രക്തപുഷ്പാഞ്ജലി വഴിപാടും കഴിച്ച് പ്രാർത്ഥിക്കുക. കർക്കിടകക്കൂറ്. പുണർദം അവസാന പാദം, പൂയം ആയില്യം. ഇവർക്ക് വ്യാഴം ലാഭസ്ഥാനത്തുകൂടെ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലാ അഭീഷ്ടങ്ങളും സാധ്യമാകുന്ന ഒരു കാലഘട്ടമാണ്. തൊഴിൽപരമായി ധനപരമായ ഉന്നതിയും നൂതന വാഹനങ്ങൾ എടുക്കുന്നതിന് അനുകൂലമായ കാലയളവും അതോടൊപ്പം അവിവാഹിതർക്ക് വിവാഹ കാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. വ്യാഴത്തിൻ്റെ ലാഭസ്ഥാനത്തു കൂടെയുള്ള വക്രഗതിയിലൂടെയുള്ള സഞ്ചാരം ഇവർക്ക് എല്ലാ അഭീഷ്ടങ്ങളും സാധ്യമാകുന്നതിന് അനുയോജ്യമാണ്. ഞെറുക്കെടുപ്പുകളിലോ സമ്മാന പദ്ധതികളിലോ വിജയിക്കുന്നതിനും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും അനുയോജ്യമായ കാലയളവാണ്. ഇവർ പരിഹാരമായി മഹാഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക. ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രം ആദ്യപാദം. ഇവർക്ക് മാനസിക ശാരീരിക തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ ദമ്പതിമാർക്കിടയിൽ അനൈക്യവും അതോടൊപ്പം വാഹന സംബന്ധമായി ധനനഷ്ടങ്ങളോ ചെറിയ വാഹന അപകടങ്ങളോ ഉണ്ടാകുവാൻ സാധ്യതയുള്ള കാലഘട്ടവുമാണ്. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ സൂക്ഷിക്കുക. ഇവർ പരിഹാരമായി മഹാവിഷ്ണുക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭാഗ്യസൂക്താർച്ചന, തൃക്കൈവെണ്ണ, പാൽപ്പായസം എന്നീ വഴിപാടുകളും ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി വഴിപാടുകളും ശാസ്താവിന് നീലാഞ്ജനവും അതോടൊപ്പം യക്ഷി ക്ഷേത്രത്തിൽ വറപൊടി നേദ്യവും കുടുംബ അനൈക്യം നേരിടുന്ന ദമ്പതിമാർ അവരുടെ പേരിൽ ശിവക്ഷേത്രത്തിൽ ഐക്യമത്യ പുഷ്പാഞ്ജലി എന്നീ വഴിപാടുകളും നടത്തി പ്രാർത്ഥിക്കുക. കന്നിക്കൂറ്.
ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ പകുതി. ഇവർക്ക് വ്യാഴം ഭാഗ്യസ്ഥാനത്ത് കൂടെ സഞ്ചരിക്കുന്നതിനാൽ എല്ലാ അഭീഷ്ടങ്ങളും സാധ്യമാകുന്ന ഒരു കാലഘട്ടമാണിത്. സന്താനങ്ങളെ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാവുക, സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ ഉണ്ടാവുക, തൊഴിൽ രഹിതർക്ക് തൊഴിൽ ലഭ്യതയും ധനപുരോഗതിയും, ഞെരക്കെടുപ്പുകളിലോ സമ്മാന പദ്ധതികളിലോ നേട്ടങ്ങൾ ഉണ്ടാവുകയും, പുതിയ വാഹനങ്ങൾ മാറ്റി വാങ്ങുന്നതിന് അനുയോജ്യമായ കാലയളവും, അവിവാഹിതർക്ക് വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുകയും അതോടൊപ്പം വസ്തു ക്രയവിക്രയ ലാഭങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നതിന് അനുയോജ്യമായ കാലയളവുകളാണ്. വ്യാഴത്തിൻ്റെ ഭാഗ്യസ്ഥാനത്തോടെയുള്ള വക്രഗതിയിലൂടെയുള്ള സഞ്ചാരം ഇവർക്ക് എല്ലാ അഭീഷ്ടങ്ങളും ധനധാന്യ സമ്പത്തുകളും നേടുന്നതിന് അനുയോജ്യമായ കാലയളവുകളാണ്. ഇവരെ മറ്റ് ദോഷങ്ങൾ അധികമായി ഇവരെ അങ്ങനെ ഇപ്പോൾ ഈ സമയത്ത് ബാധിക്കാറില്ല. അതിനാൽ അവരവരുടെ ഇഷ്ടദേവതാ പ്രാർത്ഥനകളും യഥാവിധിയുള്ള വഴിപാടുകളും നടത്തി പ്രാർത്ഥിക്കുക. തുലാക്കൂറ് ചിത്തിര അവസാന പകുതി, ചോതി വിശാഖം ആദ്യ 3 പാദം. ഇവർക്ക് വ്യാഴം അഷ്ടമത്തിലൂടെ വക്രഗതിയിലൂടെയുള്ള സഞ്ചാരം മൂലം ഇവർക്ക് ദോഷ ദുരിതങ്ങൾ തുടരുന്നതാണ്. തൊഴിൽപരമായും ധനപരമായും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരു കാലയളവാണ്. അതോടൊപ്പം തൊഴിലിടങ്ങളിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകാനും അതുമൂലം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതകളുള്ള കാലഘട്ടമാണ്. ഇവർ സംസാരത്തിൽ മിതത്വം പാലിക്കുകയും ദേഷ്യവും വാശിയും ഒക്കെ നിയന്ത്രിക്കുകയും ചെയ്യുക. ഇവർ പരിഹാരമായി മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭാഗ്യസൂക്താർച്ചന, പാൽപ്പായസം, തൃക്കൈവണ്ണ എന്നീ വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി വഴിപാടും നടത്തി പ്രാർത്ഥിക്കുക. വൃശ്ചികം വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. ഇവർക്ക് തൊഴിൽപരമായി ദൂരദേശ യാത്രകൾ ആവശ്യമായി വരാം. അതോടൊപ്പം ധനപരമായും തൊഴിൽപരമായും നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലയളവുകളാണ്. അവിവാഹിതർക്ക് വിവാഹ കാര്യങ്ങളിൽ അനുകൂല തീരുമാനവും കമിതാക്കൾക്ക് പ്രണയ ലബ്ധിയും വസ്തു ക്രയവിക്രയ നേട്ടങ്ങളും നൂതന ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമായ സാഹചര്യങ്ങൾ ഒത്തുവരികയും ചെയ്യുന്ന ഒരു കാലയളവാണ്. ഇവർക്ക് കണ്ടകശനി കാലഘട്ടമാണ് എങ്കിൽ കൂടിയും ഇഷ്ടഭാവത്തിലൂടെയുള്ള വ്യാഴന്റെ വക്രഗതിയിലൂടെയുള്ള സഞ്ചാരം എല്ലാ ദോഷദുരിതങ്ങൾക്കും ശമനം ഉണ്ടാക്കി തീർക്കുന്നതാണ്. ഇവർക്ക് എല്ലാ സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകുന്ന ഒരു കാലയളവ് തന്നെയാണിത്. ഇവർ പരിഹാരമായി ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്ര ദർശനം നടത്തി വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക. ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടം 1 പാദം. ഇവർക്ക് രാശിയാധിപനായ വ്യാഴം വക്രഗതിയിൽ 6 സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു ദോഷ ദുരിത കാലഘട്ടമാണ്. ഇവർക്ക് തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളും മനക്ലേശങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും വീഴ്ചകൾ ഉണ്ടാകാൻ സാധ്യതകളും നിയമനിതിന്യായ മേഖലകളിൽ നിന്ന് പ്രതികൂലമായ നടപടികൾ ഉണ്ടാകാൻ സാധ്യതകളുള്ള കാലഘട്ടവും ചില യാത്രാമധ്യേ ചില വിലപിടിച്ച രേഖകൾ നഷ്ടപ്പെടുവാനും സാധ്യതകളുള്ള ഒരു കാലഘട്ടമായിട്ടാണ് പറയേണ്ടത്. ഇവർ പരിഹാരമായി മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി വഴിപാട് കഴിക്കുക. ശിവക്ഷേത്രത്തിൽ ജലധാര, ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും എന്നീ വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിക്കുക. അടുത്തതായി മകരക്കൂറ് ഉത്രാടം അവസാന 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ പകുതി. ഇവർക്ക് രാശ്യാധിപനായ ശനി 2-ൽ ഏഴനാണ്ട ശനിയായി തുടരുന്നു എങ്കിൽ തന്നെയും വ്യാഴം 5-ാം ഭാവത്തിലൂടെ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലാ ദോഷദുരിതങ്ങൾക്കും ശമനമുണ്ടാവുകയും സാമ്പത്തിക തൊഴിൽപരമായ നേട്ടങ്ങൾ, വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അനുകൂലമായ നേട്ടങ്ങൾ ഉണ്ടാവുകയും തൊഴിൽ മേഖലകളിൽ സർക്കാർ നീതിന്യായ സംവിധാനങ്ങളിൽ നിന്നും അനുകൂലമായ നടപടികളോ പ്രൊമോഷൻ സാധ്യതകളോ ഉണ്ടാകുവാനും നൂതന വാഹനങ്ങൾ വാങ്ങിക്കുന്നതിനോ അനുയോജ്യമായ ഒരു കാലയളവാണ്. അതോടൊപ്പം വസ്തു ക്രയവിക്രയ ധനലാഭവും ഉണ്ടാകുന്ന ഒരു കാലയളവ് തന്നെയാണ്. ഇവർ ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്ര ദർശനം നടത്തി നീലാഞ്ജന വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക. കുംഭക്കൂറ് അവിട്ടം അവസാന പകുതി, ചതയം പൂരുരുട്ടാതി ആദ്യ 3 പാദം. ഇവർക്ക് രാശിയാധിപനായ ശനി 7-ാണ്ട ശനിയായി തുടരുന്ന കാലഘട്ടമാണ്. അതോടൊപ്പം വ്യാഴം 4-ൽ വക്രഗതിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്.
ഇവർക്ക് ലാഭസമം എന്നാണ് നാലിലെ വ്യാഴത്തെ കൊണ്ട് നമുക്ക് പറയേണ്ടത്. ഏകദേശം ഗുണദോഷ സമ്മിശ്രപ്രദമായ ഒരു കാലയളവ് തന്നെയാണ്. വാഹനങ്ങൾ മൂലം ധനനഷ്ടങ്ങൾ ഉണ്ടാകുവാനോ വാഹന അപകടങ്ങൾ ഉണ്ടാകുവാനോ സാധ്യതകളുള്ള ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ ദൂരദേശ യാത്രകളും ആവശ്യമായി വരുന്ന ഒരു കാലയളവാണ്. താരതമ്യേന ഗുണദോഷ സമ്മിശ്രമായ ഒരു ഫലമാണ് കുംഭക്കൂറുകാർക്ക് ഈ ആഴ്ച പറയേണ്ടി വരുന്നത്. ഇവർ ഏഴരാണ്ട ശനി കാലഘട്ടമായതിനാൽ ശാസ്താക്ഷേത്ര ദർശനം നടത്തി വഴിപാട് കഴിച്ചു പ്രാർത്ഥിക്കുക. മീനക്കൂറ് പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. ഇവർക്ക് രാശിയാധിപനും കർമാധിപനുമായ വ്യാഴം 3-ൽ വക്രബലവാനായി സഞ്ചരിക്കുകയും ജന്മത്തിലൂടെ രാഹു ഗ്രഹസ്ഥിതി സഞ്ചാരവും ഇവർക്ക് താരതമ്യേന ദോഷപ്രദമായ ഒരു കാലയളവായിട്ടാണ് പറയേണ്ടത്. 3-ലെ വ്യാഴം മുറവിളിക്കൂട്ടും എന്നാണ്. സാമ്പത്തിക തൊഴിൽ ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ തന്നെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു കാലയളവ് തന്നെയായിട്ടാണ് പറയേണ്ടത്. അപ്പോൾ ഈ രാശിക്കാർ അവരുടെ തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ മഹാവിഷ്ണു ദർശനം നടത്തി വഴിപാട് കഴിച്ച് ഭാഗ്യസൂക്താർച്ചന, തൃക്കൈവെണ്ണ, പാൽപ്പായസം എന്നീ വഴിപാടുകളും ശാസ്താക്ഷേത്രത്തിൽ നീലാഞ്ജന വഴിപാടുകളും കഴിച്ച് പ്രാർത്ഥിക്കുക. നന്ദി, നമസ്കാരം.